മേലക്കാരെ നിർത്തേണ്ട സ്ഥാനത്ത് നിർത്താത്തതിന്റെ കുഴപ്പമാണ് ഇതൊക്കെ. എല്ലാം നമ്മുടെ മുത്തശ്ശിയെ പറഞ്ഞാ മതിയല്ലോ. നിങ്ങൾക്കെന്താ ചെവി കേട്ടൂടെ? ഇറങ്ങിപ്പോവാൻ. ചേച്ചി മോളിത് പിടിച്ചേ, എന്നിട്ട് അങ്ങോട്ട് കുടിച്ചേ. ഇനി ഇവിടെ നിൽക്കുന്നത് ബുദ്ധിയല്ല. എന്താ നിങ്ങക്ക് പോവാൻ സമയമായില്ലേ? എന്നാലും മോളെ എന്നോടിത് വേണ്ടായിരുന്നു. എന്നാലും എന്റെ ദൈവമേ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നേ? ഇറങ്ങിപ്പോവാൻ. ചേച്ചി എന്ത് പണിയെ കാണിച്ചേ? കഷ്ടായിപ്പോയി. ഒരു കഷ്ടവും ഇല്ല. ഇത്തിരി കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ. പൂജമോള അതൊന്നും ആലോചിക്കണ്ട. ഞാൻ പറഞ്ഞ അങ്ങ് അനുസരിച്ചാ മതി. കുടിക്കേ. എന്റെ വിശ്വസിച്ചായത് കുടിക്കുന്നത്. ആർക്കറിയാം എന്നെ കൊല്ലാൻ ഇവര് തമ്മിലുള്ള പദ്ധതിയാണോ ഇതെന്ന്. അല്ല, ഇനി ഞാൻ കുടിക്കുന്നതിൽ കാര്യമില്ലല്ലോ. അതെന്താ? എനിക്ക് തരാൻ പാടില്ല എന്ന് ഗോമതി ചേച്ചി പറഞ്ഞു. തരുമെന്ന് ആമ ചേച്ചി വാശി പിടിച്ചു. ദേ തന്നു, ഞാൻ വാങ്ങി. ഗോമതി ചേച്ചി തോറ്റുപോയില്ലേ? ആ അത് നേരെ. ഇനിയിപ്പോ ആരെ കാണിക്കാനാ ഞാൻ കുടിക്കുന്നത്? അല്ല, ആരെയും കാണിക്കണ്ട. അതല്ല ചേച്ചി, ഈ മരുന്ന് എന്തിനുള്ളതാ? പാലുണ്ടാവാൻ. ആണല്ലോ. ആ ഇപ്പൊ ഇവിടെ ആർക്കാ പാലില്ലാത്തത്? ആമച്ചേച്ചിക്കല്ലേ? എനിക്ക് ആവശ്യത്തിന് പാലുണ്ടല്ലോ. ഇത് കഴിച്ച പാലുണ്ടാവുമെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും നല്ലതല്ലേ? മാറി മാറി നമ്മുടെ കുഞ്ഞിനെ ഊട്ടാലോ. അതൊരു നല്ല ഐഡിയ ആണല്ലോ. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്റെ കുഞ്ഞിനെ പാലൂട്ടാലോ. ചേച്ചി എന്താ ആലോചിക്കുന്നത്? മോള് പറഞ്ഞത് ശരിയാണല്ലോ എന്ന് ആലോചിച്ചതാ. എന്നാ പിന്നെ ചേച്ചി കുടിച്ചോ? അല്ല, നമുക്ക് രണ്ടുപേർക്കും കൂടി കുടിച്ചാലോ? അത് ശരിയാവില്ല. അതെന്താ? അത് ഈ മരുന്നൊക്കെ പറയുമ്പോ ഒരു ഡോസ് അല്ലേ? അപ്പോ ഒരാളത് മുഴുവനും കുടിച്ചില്ലെങ്കിൽ അതിന്റെ ഫലം ഉണ്ടാവില്ലല്ലോ. ഈ പച്ചമരുന്നിനോ അങ്ങനെയൊക്കെ ഉണ്ടോ? പിന്നെ എന്നാ പിന്നെ കഴിക്കല്ലേ? മുഴുവൻ കുടിക്കേച്ചി. അപ്പം ശരിക്കും കുഴപ്പമൊന്നുമില്ലല്ലേ? പാവം, ഞാൻ വെറുതെ സംശയിച്ചു. കയ്പുണ്ടല്ലേ? അങ്ങനെ പണി പറ്റിച്ചു. ഇപ്പോഴത്തെ സാഹചര്യത്തിന് ആമിമോൾ ഉറപ്പായും അത് പൂജയെ കൊണ്ട് തന്നെ കഴിപ്പിക്കും. പ്രത്യേകിച്ചും പൂജയ്ക്ക് കൊടുക്കരുതെന്ന് ഞാൻ കട്ടായം പറഞ്ഞതുകൊണ്ട്. എന്റെ അമ്മോ, എന്റെ ഒരു ബുദ്ധി! ഞാൻ വല്ല അമേരിക്കയിലോ മറ്റോ ജനിച്ചിരുന്നെങ്കിൽ മിനിമം ട്രംപെങ്കിലും ആയേനെ. എന്താണ് മിസ്സസ് ഗോമതി അതിഭയങ്കരമായ ഒരു ആലോചന? ഞാൻ മിസ്സസ് ഒന്നുമല്ല, മിസ്സാണ്. മിസ് ഒന്നും മിസ്സാകാതെ സൂക്ഷിച്ചാൽ ഗോമതിക്ക് കൊള്ളാം. ഇളവന്റെ ഇളക്കം നോക്കിക്കേ. മനുഷ്യ, നിങ്ങളോട് 1000 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത്? ആളും പേരും ഇല്ലാത്ത സമയത്ത് എന്റെ അടുത്ത് ഇങ്ങനെ കൊഞ്ചാനും കൊഴയാനും വന്നേക്കരുത്. അപ്പോ ആളും പേരും ഉള്ളപ്പോൾ വരാമല്ലേ? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് അത് തപസ്സു ചെയ്യും വേഴാമ്പൽ ദാഹജലം തരുമോ? വലിയ ഡെക്കറേഷൻ ഒന്നും വേണ്ട. കള്ളു കുടിക്കാൻ വെള്ളം എടുക്കാൻ വന്നതല്ലേ? അങ്ങനെയും പറയാം. എന്നാ പിന്നെ എടുത്തോണ്ട് പോണം മിസ്റ്റർ. എടുത്തോട്ടെ. ഇയാൾ ഇന്ന് എന്റെ ഇത് വാങ്ങിക്കും. ചുമ്മാ കൊതിപ്പിക്കല്ലേ. പാനിലേക്കോ ജാവോ? ജി മേം സാബ്. തെറ്റി അപ്പ തുടങ്ങിക്കോണം. നാണമില്ലേ നിങ്ങൾക്ക്?
മനുഷ്യനായ സംസ്കാരം വേണം. എത്ര പറഞ്ഞാലും മനസ്സിലാകില്ലെന്ന് വെച്ചാ അടുക്കള ആരാമോ ആക്കാനാണ് നിങ്ങൾ ഉദ്ദേശമെങ്കിൽ അനുവദിച്ചേരുന്ന പ്രശ്നമില്ല. ഇറങ്ങിക്കോണം രണ്ടു ഇപ്പൊ ഇവിടുന്ന്. എന്റെ പൊന്ന് ക്ലാരമ്മ, എടോ താൻ വിചാരിക്കുന്നല്ലോ ഇവിടെ ഒരു കുന്തവും നടന്നില്ല. ഞാനൊന്ന് കാല് തെറ്റി വീഴാൻ പോയതാ. ഇവളെ കാണുമ്പോ മാത്രം കാല് തെറ്റി വീഴാൻ ഇയാളുടെ കാലെന്താ പ്രത്യേകതരം കാലാണോ? ഓ ഇങ്ങനെയൊക്കെ ചോദിച്ചാ ഞാൻ എന്തോ പറയാനാ. ഇയാളെ ഒന്നും പറയണ്ട. പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞോളാം. ഈ വീട്ടിലുള്ള എല്ലാവരും കേൾക്കട്ടെ. ആ ഇന്ന് തന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് തന്നെ കാര്യം. ആഹാ അയ്യോ പീച്ചേ ജാവോ. അയ്യോ 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 ദേവി ചതിക്കല്ലേ, ആവുക. ചതിക്കല്ലേ, ചതിക്കല്ലേ ക്ലാരമ്മേ. എന്തിനാ കാലെ വലിച്ച് നിലത്തില്ലാനോ? വേണ്ട മാറങ്ങോട്ട്. അയ്യോ. കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്ത പാർട്ടികളെ കണ്ടു. അയ്യോ അതൊക്കെ പണ്ടിപ്പൊ ഞാൻ നന്നായി. അതെ നന്നായതുകൊണ്ടാണല്ലോ ഈ വൃത്തികേടൊക്കെ കാണിക്കുന്നത്. എന്ത് വൃത്തിയേട്? ഞാനിവിടെ മര്യാദക്ക് പാത്രം കഴിക്കൊണ്ട് നിൽക്കുമ്പോ ഈ മനുഷ്യൻ ഒരു ഇത്തിരി വെള്ളം എടുക്കാൻ വന്നു. വെള്ളം എടുത്ത് തിരിയുമ്പോ അറിയാതെ കാല് തെറ്റി വീണു. താഴെ വീണി മൊട്ടത്തല പൊട്ടണ്ടെന്ന് വിചാരിച്ച് ഞാനൊന്ന് താങ്ങി നിർത്തി. അതല്ലാതെ ഇവിടെ ഒന്നും നടന്നിട്ടില്ല. അതാണല്ലോ ഇവിടെ സ്ഥിരം സംഭവിക്കുന്നത്. മൊട്ട പൊട്ടണ്ട പോലും ആരെ ഈ പറഞ്ഞു ബോധിപ്പിക്കുന്നത്? ഞാനിത് ഒത്തിരി കണ്ടതാ. ഇന്ന് ഞാനിത് റിപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഈ വീട് നിങ്ങൾ രണ്ടാളും കൂടെ കുട്ടിച്ചോറാ. ഇല്ല, ഒരിക്കലുമില്ല. ഇനി മേലിൽ ഞങ്ങൾ ഇത് ആവർത്തിക്കില്ല. ഞാൻ എന്റെ വെള്ളം കൂടി വരെ നിർത്തി. ഇനി ഞാൻ എന്നും ഡ്രൈ ആയിട്ട് അടിച്ചോളാം. ഈ ഒരു തവണത്തേക്ക് കൂടി ക്ലാര ഞങ്ങളെ ഒന്ന് അനുഗ്രഹിക്കണം. അല്ല, ഞങ്ങളോട് ക്ഷമിക്കണം പ്ലീസ്. ഗോമതി മേഡം എന്ത് പറയുന്നു? എനിക്കും പറയാനുള്ള ഇത് തന്നെയാ. ചതിക്കല്ലേ, നാറ്റിക്കരുത്. ഒരു തെറ്റും ചെയ്യാത്ത നിരാലംബയും നിഷ്കളങ്കയുമായി എന്റെ മാനത്തിന് വില പറയരുത്. തെറ്റ് ചെയ്യാത്ത ഒരു പൊന്നുമോള് നാണ ഇല്ലല്ലേ? ഇനി എന്റെ കൺവട്ടത്ത് ഇങ്ങനെങ്ങാനും കണ്ട ആ നിമിഷം മർമാണി പ്രയോഗിച്ച് രണ്ടിനെ ശരിയാക്കി കളയും. അതെ ഭയങ്കര മറുപടിയാ. Maybe ആവൂങ്ക. എന്റെ ഒരു ഗതികേട്, എനിക്ക് വയ്യ. Excuse me, Miss ഗോമതി. ഇതൊക്കെ നീക്കോടെ ഇറങ്ങി പോണോ? ഇത്രയും കാലം അന്തസ്സും അഭിമാനമായി സ്വന്തം ചരിത്രം കൈപ്പിടിയിൽ കൊണ്ട് നടന്നവളാ ഞാൻ. എല്ലാം നശിപ്പിച്ചു കളഞ്ഞില്ലേ ഈശ്വര. ഞാൻ എങ്ങനെ ഇനി ആ പെണ്ണുപിള്ളയുടെ മുഖത്ത് നോക്കും? എനിക്ക് വയ്യ. മിണ്ടിപ്പോകരുത്, കടക്കടോ പുറത്ത്. എന്തോന്ന്? I say you get out. ധന്യവാദ് മാം സാബ്. പീച്ചേ മുട്ട്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്. എന്റെ ദൈവമേ, എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? അയ്യോ, ഇത്രയ്ക്ക് വലിയ തെറ്റാണോ ഞാൻ ചെയ്തത്? എനിക്ക് വയ്യ. അയ്യോ എനിക്ക് വയ്യ. അല്ല, ആ മരുന്നിപ്പൊ പൂജ കഴിച്ചിട്ടുണ്ടാവും അല്ലേ? അടിപൊളി അടിപൊളി. അവിടെ നിലവിളിയൊന്നും കേൾക്കുന്നില്ലല്ലോ. ചിലപ്പോ നിശബ്ദ മരണമായിരിക്കും.